കഴിഞ്ഞ ആഴ്ചയിലെ എൻ്റെ യാത്രക്കിടയിലെ കുറച്ച് കാഴ്ചകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാൻ കുപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച. ആ കുപ്പത്ത് ഒരു ഫ്ലവർ മാർക്കറ്റിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിരാവിലെ തന്നെ അവിടെ പൂവിൻ്റെ കച്ചവടങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. പൂ കൃഷിക്കാർ വലിയ ചാക്കിലാക്കിയിട്ട് അവരുടെ പൂക്കളൊക്കെ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് അത് വിൽക്കും. ലേലം ചെയ്തിട്ടാണ് വിൽക്കുന്നത്. ലേലം ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. ഞാൻ കുറച്ച് നേരം അത് കണ്ടിരുന്നു. അതിരാവിലെ ഒരു 7 മണി 8 മണി ആകുമ്പോഴേക്കും ഈ ഒരു കച്ചവടങ്ങളൊക്കെ അവസാനിക്കും. പിന്നെ ആ ഒരു പൂ മാർക്കറ്റ് വിജനമായൊരു സ്ഥലമായിരിക്കും. ആ ഒരു സമയത്ത് ഇവിടെ നല്ല ക്രൗഡാണ്. ഇവിടെ പൂമാലകൾ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇവരെന്തുണ്ടെങ്കിലും പൂമാലകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടാണ് പോകാൻ തോന്നുന്നു. ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് കടകളിൽ ഇങ്ങനെ പൂമാലകളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചു, ഇവിടെ ഇത്രയധികം കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? ശരിക്കും കല്യാണ മാലകൾ പോലെയാണ് അവിടെ കുറേ മാലകളൊക്കെ ഇട്ടിരിക്കുന്നത് കാണുന്നത്. പക്ഷെ അത് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള അമ്പലത്തിൽ ചാർത്താൻ വേണ്ടിയിട്ടുള്ള മാലകളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമുള്ളതാണ്. മുക്കിന് കുറേ അമ്പലങ്ങളുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ പോയതിന് ശേഷം 2 ദിവസം താമസിച്ചതിന് ശേഷം വേറൊരു സ്ഥലത്തേക്കും കൂടിയും പോകുന്നുണ്ട്. ഇവിടെ നിന്ന് കുപ്പത്ത് നിന്ന് നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നല്ല മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് ഇങ്ങനെ പോവാം. ഞാൻ ആദ്യമായിട്ടാണ് ഡബിൾ ട്രക്ക് ട്രെയിനൊക്കെ കാണുന്നത്. ഇത് AC കോച്ചുകളാണെന്ന് തോന്നുന്നു. നല്ലൊരു ഭംഗിയുണ്ടല്ലോ. അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇരുന്നിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് കുപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ട്രെയിൻ ഓടി തുടങ്ങിയപ്പോൾ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി. നല്ല മനോഹരമായ കാഴ്ചകളാണ്. നമ്മളെന്താ പറയുക, നോട്ട് പുസ്തകത്തിൻ്റെ ചട്ടയിലൊക്കെ നമ്മളൊരു പടങ്ങളൊക്കെ കാണില്ലേ, അതേപോലെ നല്ല സീനറികളാണ് മുഴുവനായിട്ടും. നമ്മളിത് പോകുന്നത് KGF എന്ന് പറഞ്ഞ ആ ഒരു സിനിമ ഒക്കെ ഇല്ലേ, ആ KGFൻ്റെ കോലാറിൻ്റെ ഒക്കെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ദൂരെയായിട്ട് KGF ടൗണിൻ്റെ ചെറിയൊരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്കത് മനസ്സിലാവുമെന്നറിയില്ല. പിന്നെ അവിടെ കുറേ കുന്നുകളൊക്കെ ഉണ്ട്. എല്ലാം നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഈ കുന്നിൻ്റെയും മലകളുടെയും മരങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെയാണ് യാത്ര. പിന്നെ നല്ല തണുത്ത കാറ്റുണ്ട്. നല്ല സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ എപ്പോൾ എങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു പിക്ചറായിരിക്കും കിട്ടുക. അങ്ങനെ വരുന്ന വഴിക്ക് KR പുര എന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിന്നീട് അവിടുന്ന് മെട്രോയിൽ കയറി ലാൽബാഗിലേക്ക് പോവുകയാണ് ചെയ്തത്. കാരണം നമുക്ക് മജസ്റ്റിക്കിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല തിക്കും തിരക്കായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മെട്രോയിൽ യാത്ര ചെയ്തത്. ബാംഗ്ലൂരിലെ തിക്കും തിരക്ക് അറിയാലോ, രാത്രിയൊക്കെ ഭയങ്കര ബഹളമായിരിക്കും. അതായത് വണ്ടികളുടെ ഹോണടി, ആൾക്കാരുടെ ചീത്തുവിളി, അതൊക്കെ കൂടിയിട്ട് എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. ഇത് ലാൽബാഗാണ് ഈ സ്ഥലം വരുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കർണാടകയിലെ തുംകൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ തുംകൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇനി കുനിഗൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു യാത്ര പോകണം. അപ്പോൾ യാത്രക്കിടയിലെ എല്ലാ കാഴ്ചകളും പകർത്താനൊന്നും പറ്റിയിട്ടില്ല. പോകുന്ന വഴിയിൽ ചെറിയൊരു കാഴ്ചകൾ. രാവിലെ നല്ല മഞ്ഞാണ്, നല്ല തണുപ്പുള്ള പ്രദേശമാണ്. അപ്പോൾ ഇനി വീഡിയോ വരുമെന്ന് വിചാരിക്കാം. വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.